വർഗീയതയും വിദ്വേഷവും വെളുപ്പിച്ചെടുക്കാൻ പിണറായി തൈലം മാത്രമാണുള്ളതെന്നും മറ്റൊന്നും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലെന്നുമാണ് മുസ്ലിം ലീഗ് നേതാവും മുൻ മന്ത്രിയുമായ പി.കെ. അബ്ദുറബ്ബിന്റെ വാദം. മുഖത്തെ കറുത്ത പാടുകൾ, കണ്ണിനടിയിലെ കരുവാളിപ്പ് എന്നിവ ഇല്ലാതാക്കുന്ന, മുഖം വെളുപ്പിക്കാവുന്ന ഒരുപാട് മുഖലേപനങ്ങൾ ഇന്നാട്ടിലുണ്ട്. ഏത് ശരീരവും വെളുത്തിട്ട് പാറാൻ പറ്റുന്ന ഒരുപാട് തൈലങ്ങളും ലേപനങ്ങളും ഇന്ന് മാർക്കറ്റിലുണ്ട്. ദിവസവും വർഗീയതയും പരമത വിദ്വേഷവും പ്രസംഗിക്കുന്ന ഒരാളെ ഇങ്ങനെ ഏറ്റവും നന്നായി വെളുപ്പിച്ചെടുക്കാൻ പറ്റുന്ന മറ്റൊരു തൈലവും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലെന്നും അത് പിണറായി തൈലം മാത്രമാണെന്നുമാണ് അബ്ദുറബ്ബ് പറയുന്നത്. കഴിഞ്ഞ ദിനം മലപ്പുറത്ത് നടന്ന ശ്രീനാരായണീയം കൺവെൻഷൻ യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ വെള്ളാപ്പള്ളിയെക്കുറിച്ചുള്ള മഹത് വിശേഷണങ്ങൾ ചർച്ചയായിരുന്നു. മുഖ്യന്റെ വാനോളമുള്ള പുകഴ്ത്തൽ ആക്ഷേപങ്ങൾക്ക് ഇടവയ്ക്കുകയും ഉണ്ടായി. ശ്രീനാരായണ ഗുരുദേവന്റെ ആശയങ്ങൾ പകർത്തിയ നേതാവാണ് വെള്ളാപ്പള്ളിയെന്നും യുവത്വത്തിന് വഴികാട്ടാനും സംഘടനയെ സാമ്പത്തികമായി ശാക്തീകരിക്കാനും അദ്ദേഹത്തിന് സാധിച്ചുവെന്നും പുതുതലമുറയ്ക്ക് വഴികാട്ടാൻ ഒരു നേതാവിന് എത്രത്തോളം ദൃഢനിശ്ചയം ഉണ്ടാകണമെന്ന് വെള്ളാപ്പള്ളി കാണിച്ചു തന്നുവെന്നുമാണ് മുഖ്യൻ പ്രതികരിച്ചത്. ഇതിന് പിന്നാലെയാണ് നടേശനെ പറ്റി അകമഴിഞ്ഞ് പ്രകീർത്തിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പരിഹാസ ശരമെയ്ത് അബ്ദുറബ്ബ് രംഗത്തെത്തിയതും. നമുക്ക് എന്തായാലും മുഖ്യന്റെ ആ വാനോളമുള്ള പുകഴ്ത്തൽ ഒന്ന് കണ്ടുവരാം. മഹത്തായ പ്രസ്ഥാനമാണ് SNDP. ആ SNDP യോഗത്തിന്റെ കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെയുള്ള നേതൃത്വമാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ വഹിക്കുന്നത്. അദ്ദേഹത്തെ ഇന്നിവിടെ ആദരിക്കുന്നത് എല്ലാ അർത്ഥത്തിലും ഔചിത്യപൂർവമായ നടപടിയാണ്. SNDP യോഗം ജനറൽ സെക്രട്ടറി, SN ട്രസ്റ്റ് സെക്രട്ടറി, ഇത്തരം പദവികളിൽ കഴിഞ്ഞ 30 ദശാബ്ദമായി അദ്ദേഹം തുടർന്നു വന്നത് ചെറിയ കാര്യമല്ല. ഒരു പ്രസ്ഥാനത്തെ നിരന്തരമായി മുന്നോട്ട് നയിക്കാനും അതിൻ്റെ ലക്ഷ്യങ്ങൾ നേടാനും പുതിയ തലമുറക്ക് വഴികാട്ടാനും ഒരു നേതാവിന് എത്രത്തോളം ദൃഢനിശ്ചയം ഉണ്ടാകണമെന്ന് വെള്ളാപ്പള്ളി കാണിച്ചു തരുന്നുണ്ട്. ഈ സംഘടനയെ ശക്തമായ ഒരു സാമ്പത്തിക ശക്തിയാക്കി വളർത്തിയെടുക്കുന്നതിൽ അദ്ദേഹം കാണിച്ച ദീർഘവീക്ഷണവും പ്രായോഗിക ബുദ്ധിയും അഭിനന്ദനാർഹമാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വിദ്യാഭ്യാസവും തൊഴിലും ലഭിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥ സാമൂഹ്യ നീതി നടപ്പാക്കപ്പെടുക എന്ന ഗുരുവിൻ്റെ ദർശനങ്ങളെ പ്രാവർത്തികമാക്കുന്നതിലും അദ്ദേഹം ശ്രദ്ധ വെക്കുന്നുണ്ട്. ഗുരുവിൻ്റെ ആശയങ്ങളെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തെ ഇനിയും കൂടുതൽ കാലം നയിക്കാൻ ശ്രീ വെള്ളാപ്പള്ളി കഴിയട്ടെ എന്ന് ആശംസിക്കുകയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ യോഗം കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം കൂടി നിർവഹിക്കുന്നു.